ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15:10 വായിച്ചത്. ഞാൻ എൻ്റെ പിതാവ്, അതിന് 9 പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ കർത്താവ് സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ? നമ്മൾ ചില മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഒരു കുറേ നേരം പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, കുറേ തീരുമാനങ്ങൾ എടുത്തു, നല്ല സന്തോഷം, ഇനി എനിക്ക് വേറൊന്നും വേണ്ട, കർത്താവ് മാത്രം മതി, തീരുമാനിച്ച് പുറത്തോട്ടിറങ്ങി ഒരു അരമണിക്കൂർ ഈ സന്തോഷം മുഴുവൻ പോകുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ വിരോധമായിട്ട് ചെയ്യും. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നമുക്കറിയാം, പരിശുദ്ധാത്മ നമ്മളുള്ള ഈ കൽപ്പനകളെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ കൽപ്പനകളല്ല. ദൈവത്തിൻ്റെ നിയമം ഇന്ന് നമ്മുടെ ഹൃദയത്തില്ല, പരിശുദ്ധാത്മാവാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അപ്പോൾ പുറത്തോട്ടിറങ്ങി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ കൽപ്പനകൾ പാലിച്ചെന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ എൻ്റെ സ്നേഹം എന്തുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കാത്തത്? നമ്മൾ പെട്ടെന്ന് മൂടൗട്ടാണ് പറയും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് പറയുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ലോകത്തിലെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യില്ല, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യില്ല. വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ സന്തോഷം നമ്മൾക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ കൂടി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേഹത്തിൽ സന്തോഷം നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും മൂടൗട്ടാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു ദൈവ വൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാനാണ്, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ, അല്ലെങ്കിൽ നന്ദി പറയാൻ. അപ്പോൾ എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൻ്റെ സന്തോഷമല്ല. കർത്താവ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിലുള്ള സന്തോഷം നമുക്ക് എപ്പോഴും അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ സംസാരം കൊണ്ടൊന്ന്, നമ്മുടെ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ആഗ്രഹങ്ങൾ, പിന്നെ നമ്മുടെ ചില വികാരങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അപ്പം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ സഹായിക്കാനാണ്. അപ്പോൾ അത് തിരിച്ചറിയാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്ഥിരമായിട്ട് ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നാലോ നഷ്ടം നമുക്കാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്താ? പിന്നെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആള് നമ്മുടെ ഒരു സംസാരം കൊണ്ട് മൂടൗട്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരെ അവരുമായിട്ട് എന്താ നമ്മുടെ ബന്ധം? പിന്നെ അവരുടെ മുഖത്തുള്ള ചെറിയൊരു ഭാവവ്യത്യാസം പോലും നമുക്കറിയാൻ പറ്റും. നമ്മളൊരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യം പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവവ്യത്യാസം പോലും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് തിരുത്തും. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ നമുക്കിത് പറ്റാത്തത്? സെൻസിറ്റീവ് ആകത്ത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതും ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ സെൻസിറ്റീവ് അല്ല പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഉണ്ടെന്നറിയുന്നെങ്കിൽ നമ്മളത് റിയാലിറ്റി ആയിട്ട് വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ഒരറിവായിട്ട് കിടക്കുക, അനുഭവമാകുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ്, ഞാൻ അങ്ങേ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒത്തിരി ദുഃഖിപ്പിച്ചു, ഞാൻ ഒത്തിരി അടുത്ത് കോംപ്രമൈസ് ചെയ്യും. എനിക്കറിയാം അങ്ങയുടെ ഇഷ്ടമല്ല, അങ്ങ് ദുഃഖിക്കും, അങ്ങ് വേദനിക്കും. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് സന്തോഷം തരുന്ന അതാ. അങ്ങ് ദുഃഖിക്കുന്നൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അങ്ങയുടെ എനിക്ക് പിന്നീട് ഏറ്റു പറയാൻ, മാനസാന്തരപ്പെടാതെ അത് മാറട്ടെ. കർത്താവേ, എനിക്കിനി പാപം ചെയ്യണ്ട, അങ്ങേ ദുഃഖിപ്പിക്കുന്നതൊന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം പരിശുദ്ധാത്മാവിനെ അറിയിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ തീരുമാനം റിയലാണെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി നമുക്ക് തരും. നമ്മുടെ തീരുമാനം റിയലല്ല, വെറും എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് സഹായം കിട്ടത്തില്ല, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഞാൻ എത്ര ആളെ പ്രാർത്ഥിക്കുന്നു, പലരോട് പറഞ്ഞു, ഞാൻ എത്ര ആളെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്നെ ഇതിൽ നിന്ന് പുറത്തു വിടും. ഞാൻ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തു വിടും, ഇല്ലയോ വെറുതെ നമുക്ക് വാഗൊണ്ട് പറയാം. കഥാ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്.
ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ പുകഴ്ത്തുന്നു, പക്ഷെ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധരം കൊണ്ട് പറയും പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുക, കാരണം ഞാൻ ഇനി അത് പറഞ്ഞില്ലെന്ന് വേണ്ട. പക്ഷെ എൻ്റെ ഹൃദയം അതിൽ കുടുങ്ങിക്കിടക്കുക, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്നാ പറയുന്നത് പറയാം, അത് അടിപൊളി, അതില്ലാതെ എനിക്ക് പറ്റത്തില്ല. പിന്നെ പറച്ചില് കർത്താവ് എന്നെ സഹായിക്കണം, എപ്പോഴെങ്കിലും സഹായിക്കട്ടെ, അതുവരെ കുറേ നാളോടെ എൻജോയ് ചെയ്യാം. ഈ മനോഭാവം മാറട്ടെ. നമ്മുടെ ആത്മീയതയുടെ ശരിയായിട്ടുള്ള അളവുകൾ എന്ന് പറയുന്നത് ഏത് എക്സ്റ്റെൻറ്റ് വരെ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻ്റെ അനുസരണത്തിൽ കൂടെ. ഞാൻ എത്രത്തോളം കർത്താവിനെ അനുസരിക്കുന്നു. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, ചില കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കളെ ഭയങ്കര അനുസരണമാണ്. ഏത് കാര്യത്തിലാണെന്ന് പറയാം, ഐസ്ക്രീം കഴിക്കുന്ന കാര്യത്തിൽ. അപ്പോഴും പറയാം, എടാ 2 ലിറ്റർ ഐസ്ക്രീമായിട്ട് നീ 10 മിനിറ്റ് കൊണ്ട് ഇത് കഴിച്ച് തീർത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുസരണമാണ്, ഭയങ്കര അനുസരണം. നമ്മൾ ഈ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ എന്ന് കരയോ? എപ്പോൾ തീർത്തെന്ന് ചോദിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തീർത്ത് കഴിക്കുന്നു. ഈ അനുസരണമല്ല പറഞ്ഞത്. ആ ഐസ്ക്രീം മുമ്പ് വെച്ചിട്ട് അതിനെ തൊട്ട് പോകരുത്, നിനക്ക് പനിയാണ് അല്ലെങ്കിൽ ചുമയാണ്, ഈ ഐസ്ക്രീം ഇടുന്നോട്ട് നീ തുടർന്ന് പനി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അനുസരിക്കുന്നുള്ളതാണ് യഥാർത്ഥ അനുസരണം. എന്താ പറയുക?